മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങളിത് കണ്ടില്ലേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിൽ എത്തിയ സമയത്ത് ആയിരമല്ല പതിനായിരക്കണക്കിന് ആളുകൾ നരേന്ദ്രമോദിയെ ഒരു നോക്കു കാണുവാൻ എത്തിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ല, എന്തൊക്കെയായിരുന്നു നമ്മുടെ കേരളത്തിലെ വലിയ പ്രചരണം. ബി.ജെ.പിക്ക് ഇവിടെ ആളെ കിട്ടൂല, ബി.ജെ.പി ഇവിടെ ഒരിക്കലും വളരാൻ പോകുന്നില്ല, ബി.ജെ.പിക്ക് ഒരു കാലത്തും കേരളത്തിൽ വളക്കൂറുള്ള മണ്ണുണ്ടാവില്ല, എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ സകല മോദി വിരുദ്ധരും നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത്. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? ഇത് തിരുവല്ലയിലെ കാഴ്ച. ആയിരമല്ല പതിനായിരക്കണക്കിന് ആളുകള് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വന്നെത്തിയത്. നരേന്ദ്രമോദി ഒരേ ദിവസം തന്നെ പാലക്കാട് വന്നിറങ്ങി പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി. മതഭേദമന്യ സകല ആളുകളും എത്തിയില്ലേ? അത് മാത്രാണോ? അതേ സമയത്ത് തന്നെ തൃശ്ശൂരിലേക്കും വന്നില്ല. അതേ ദിവസം തന്നെ അവിടെയും ഇല്ല, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകൾ അവിടെയും തടിച്ചുകൂടിയില്ലേ? കേരളത്തിൽ ഇപ്പൊ നാനാഭാഗങ്ങളിലും ബി.ജെ.പിയുടേതായ പ്രവർത്തകര് തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായി കഴിഞ്ഞു. കേരളത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ ബി.ജെ.പി വളർന്നു കഴിഞ്ഞു. ഇതൊന്നും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ തുറന്നു പറയില്ല. ഇന്നത്തെ ഇതേ ദിവസം തന്നെ രാഹുൽ ഗാന്ധിയും നമ്മുടെ കേരളത്തിലെത്തിയിട്ടുണ്ട്. വെറുതെ അല്ല കേട്ടോ രാഹുൽ ഗാന്ധിയെ പപ്പു എന്നൊക്കെ ആളുകൾ വിളിച്ചിരുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി എത്തിയിട്ട് എന്താ വിളിച്ചു പറയുന്നത്? ഇന്ന് രാഹുൽ ഗാന്ധി പറയാണ്, മോദി എവിടെ വന്നാലും മതമാണ് പറയാ, അങ്ങനെയാണ് പറയുന്നത്. ഓ, ഇവിടെ ഫുള്ള് പ്രശ്നമാണോ? ആ രീതിയിൽ ഫുള്ള് പറയാ. യഥാർത്ഥത്തിൽ വർഗീയത ആവുന്നത് പോലെ പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാ. രാഹുൽ ഗാന്ധി പറയുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാണോ എന്ന്. എന്ത് പ്രശ്നം? ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ന്യൂനപക്ഷത്തിൽപ്പെട്ട ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു മണ്ടത്തരവും ഊളത്തരവും നെറികേടുമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 മുതൽ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവാ. ഈ സമയം ഇവിടെയുള്ള ഒരു മുസൽമാനോ ഇവിടെയുള്ള ഒരു ക്രിസ്ത്യാനിക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാൽ ഇവിടെ പുട്ടുപീര ഇടുന്നത് പോലെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയോ, ഓ ഇവിടെ എന്നിട്ട് പ്രശ്നമാണോ എന്ന് പറയുകയും ചെയ്യും. അതേ രാഹുൽ ഗാന്ധി തന്നെ പറയും, ശബരിമലയെ കുറിച്ച് മോദി മിണ്ടുന്നില്ലോ എന്ന്. ഇത് മതേതരത്താണ് കേട്ടോ. ശബരിമലയെ കുറിച്ച് മിണ്ടുന്നില്ലോ എന്ന് ചോദിക്കും. ഒരു സമയത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നോ എന്ന് പറയോ, ഇന്ന മതത്തിന് പ്രശ്നമാണോ എന്ന് പറയും. ഇതൊന്നും മതം പറച്ചിലല്ല. രാഹുൽ ഗാന്ധി പറയുന്നതല്ല യഥാർത്ഥത്തിൽ പച്ചവർഗീയത എന്ന് പറയുന്നത്. ഏത് സമയത്തും ന്യൂനപക്ഷ എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് ശബരിമലയെ കുറിച്ച് നരേന്ദ്രമോദി ഒന്നും പറഞ്ഞില്ല എന്നാണോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്നത്? ഇതിപ്പോ ശബരിമലയെ കുറിച്ച് പറഞ്ഞാൽ പറയൂ, ഓ ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണോ, ഇത് ശബരിമല മാത്രമേ പറയുന്നുള്ളൂ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പപ്പു എന്ന് തന്നെ വിളിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. ഇനി ശബരിമലയെ കുറിച്ച് ഒന്നും കേട്ടില്ല എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരും കേൾക്കാൻ വേണ്ടിയിട്ട് ശബരിമലയെ കുറിച്ച് ഇന്നും നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എൻഡിഎ സർക്കാരിനോ കിടിൽ കേരളം വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറും. പ്രിയപ്പെട്ടവരെ, ശബരി റെയിൽ പദ്ധതി വരുന്നതോടുകൂടി നിരവധി പുതിയ അവസരങ്ങളാണ് തുറക്കാൻ പോകുന്നത്. ഇതുമൂലം ശബരിമലയിലേക്ക് നേരിട്ടുള്ള യാത്രാ സൗകര്യമുണ്ടാകും. തീർത്ഥാടനം അനായാസമാകും. പ്രാദേശികമായ കച്ചവടക്കാർക്ക് പുതിയ വഴി തെളിഞ്ഞു കിട്ടും. എന്റെ യുവ സുഹൃത്തുക്കൾക്ക്, യുവ സഹോദരങ്ങൾക്ക് പുതിയ തൊഴിലവസരത്തിന്റെ പാതകൾ തുറക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, കേരളത്തിലെ ഈ സർക്കാരുകൾ ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ നഷ്ടം തിരുവല്ലയ്ക്കാണ് സംഭവിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി ഈ തടസ്സങ്ങളെല്ലാം മാറും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കേരളത്തിലെ എൻഡിഎ സർക്കാർ
കേരളത്തെ അതിവേഗം വികസന പാതയിലേക്ക് കൈപിടിച്ച് നടത്തിക്കും. നിങ്ങൾ കേട്ടില്ലേ, ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വികസനത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും നിരവധി തവണ അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. സ്വർണ്ണക്കൊള്ളയുടെ ചരട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കയ്യിൽ, NDA സർക്കാർ വന്നാൽ ശക്തമായ നടപടി. ഇത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് മോദി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മതം ഉയർത്തിപ്പിടിക്കുന്നത് ഒരു പ്രത്യേകതരം മതേതരത്വമായിട്ടല്ലേ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നത്? അതായത് മോദി മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും അത് വർഗീയത എന്ന് പറയും. അതേസമയം തങ്ങൾക്ക് എല്ലാ വോട്ടും പിടിക്കാൻ ഏത് രീതിയിലുള്ള വർഗീയതയും രാഹുൽ ഗാന്ധി നിരന്തരം പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗവും നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രസംഗവും കേട്ടാൽ ഒരു കാര്യം വ്യക്തമാണ്. നരേന്ദ്രമോദി നിരന്തരം പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി, രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പുരോഗതി, രാജ്യത്തെ കർഷകരുടെ പുരോഗതി, രാജ്യത്തെ വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തതിന്റെ കണക്കുകള്, വെള്ളം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വെള്ളം കൊടുത്തതിന്റെ ആ സൗകര്യത്തെ കുറിച്ച് പറയുന്നു, വീടുണ്ടാക്കുന്ന ആ സൗകര്യത്തെ കുറിച്ച് പറയുന്നു, സ്ത്രീകളെ ശാക്തീകരിച്ചതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതിന്റെ കണക്ക് പറയുന്നു. 13,000-ഓളം കോടി രൂപ കേരളത്തിൽ മാത്രം അക്കൗണ്ടുകളിലേക്ക് സാധാരണക്കാരായിട്ടുള്ള കർഷകരിലേക്ക് മോദി എത്തിച്ചതിനെ കുറിച്ച് പറഞ്ഞ് നിരന്തരം എണ്ണി 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 രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച്, രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് നരേന്ദ്രമോദി കേരളത്തിലെത്തി പ്രസംഗിക്കുന്നു. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി പറയുന്നു കമ്മ്യൂണിസ്റ്റ് അങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയാണ്, പിണറായി അങ്ങനെയാണ്, പിണറായി ഇങ്ങനെയാണ്, പിണറായി കള്ളനാണ്. ഇതൊക്കെ പറയുമ്പോൾ മാന്യമര്യാദക്ക് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം മുന്നണി ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണി, ആ മുന്നണിയിൽ നിന്ന് ഈ കള്ളനായിട്ടുള്ള, ഈ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് പറയുന്ന പിണറായി വിജയനെ സ്വന്തം മുന്നണിയിൽ നിന്നൊന്ന് പുറത്താക്കാദ്യം. എന്നിട്ട് പോരെ ഇവിടെ വന്നിട്ടുള്ള ഒരു ഗിമ്മിക്ക് വിളിച്ചു പറയല്. ഈ നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ട്, ഈ കേരളത്തിലെ കർട്ടന്റെ പിന്നിലാണ് ഇവരുടെ സഖ്യം, ബാക്കി എല്ലാ സ്ഥലത്തും മുന്നിലാണ്. അതാണ് യാഥാർത്ഥ്യം. ഇവർ വലിയ ടൈപ്പായി പറയുന്ന പിണറായി വിജയനും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയൊക്കെ. പക്ഷെ ഇവിടെ ഒരു തട്ടിപ്പാ. കേരളത്തിലെത്തിയാൽ ഞാൻ നിന്നെ ഒന്ന് പറയും, അപ്പൊ പിണറായി പറയും ആ കേരളത്തിൽ നിന്ന് ഞാനൊന്ന് തിരിച്ചു പറയും. അമ്മക്ക് അങ്ങ് ജനങ്ങളെ പറ്റിക്കാമെന്ന് പറഞ്ഞല്ലേ കോൺഗ്രസും ഈ പറയുന്ന പിണറായി വിജയനും CPM ഒക്കെ ഇവിടെ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധി പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ ആദ്യം സ്വന്തം മുന്നണിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPM-നെ ഒന്ന് എടുത്ത് പുറത്തെടു. എന്നിട്ട് പോരെ ഇത് മോദിയും ഈ പറയുന്ന പിണറായി വിജയനൊക്കെ ടൈപ്പാണ് എന്നൊക്കെ ഉളുപ്പില്ലാതെ പറയല്. ആദ്യം സ്വന്തം മുന്നണിയിൽ നിന്നൊന്ന് രാഹുൽ ഗാന്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPM-നെ, പിണറായി വിജയനെ എടുത്തൊന്ന് പുറത്തിടുക. എന്നിട്ട് പറയാ ഓ പിണറായി വിജയനും മോദിയും ടൈപ്പാന്ന്. സ്വന്തം മുന്നണിയിലുള്ള ആള് തന്നെ മോദിയുമായിട്ട് ടൈപ്പായെന്ന് പറയാൻ ലേശൊന്നും ഉളുപ്പില്ലായ്മ പോരാ. അജാതി ഉളുപ്പില്ലാത്തൊരുത്തരെ അത് വിളിച്ചു പറയാൻ സാധിക്കും. വെറുതെ അല്ല പപ്പു പപ്പു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിളിച്ചു വരുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നം, ഇവിടെ ഫുള്ള് വർഗീയത നിരന്തരം പറയുന്നത് രാഹുൽ ഗാന്ധിയോട് തർക്കമില്ലാത്ത. ഇവിടെ മുസ്ലിം ലീഗ് എന്ന മതത്തിന്റെ പേരിൽ ഒരു പാർട്ടിയെ സ്വന്തം മുന്നണിയിൽ ഒപ്പം കൂട്ടിയിട്ട് മത്സരിക്കുന്നത് അത് മതേ ഗോപ്പില മതേതരത്ത. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉണ്ടാക്കണം എന്ന് പറയുന്നതിന് ഒപ്പം കൂട്ടും. അതെന്ത് ഗോപ്പില മതേതരത്ത? SCPI ഇടതുപക്ഷത്തിന്റെ ഒപ്പാണെങ്കിലും ഇത് രാജ്യം നടക്കും. അത് തമിഴ്നാട്ടിലേക്ക് പോയാലൊക്കെ ഒരു ടീമല്ലേ SCPI. രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് SDPI, പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചത്. അതും കോൺഗ്രസിന്റെ കൂടെ. മറുതരിന്റെ PDP ഈ പറയുന്ന LDF-ന്റെ കൂടെ ആണെങ്കിലും LDF എന്ന് പറയുന്നത് കേരളം വിട്ടപ്പനാണല്ലോ. തീവ്രവാദി മറുതരിയുടെ പാർട്ടി ഒപ്പം ഇവരാണെന്നിട്ട് ഇവിടെ മതേതരത്വം പറയുന്നു. ഉളുപ്പില്ലേ? ഇവിടെ ഉള്ള ഒരു മുസൽമാനോ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ഇവിടെ ഉള്ള ഒരു മതത്തിൽപ്പെട്ട ഒരു വിശ്വാസിക്കും യാതൊരു പ്രശ്നമില്ല. രാഹുൽ ഗാന്ധിയുടെ ടീമാണ് ഇവിടെ പ്രശ്നോ എന്ന് പറയുന്നത്. അത് വർഗീയപരമായിട്ട് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിച്ചതുപോലെ ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഉളുപ്പില്ലാതെയാണ് രാഹുൽ ഗാന്ധി നിരന്തരം പച്ചവർഗീയത പറയുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയുക. നരേന്ദ്രമോദി നാടിന്റെ പുരോഗതി, ഈ രാജ്യ പുരോഗതി മാത്രമേ നിരന്തരം പറയാറുള്ളൂ എന്നുള്ളതും സകലരും തിരിച്ചറിയുക.